ഉമ്മയുടെ കഴുത്തില് കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം. ഈ ഇരിക്കണ ഓരോ വാപ്പയോട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ, നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാരാണോ നിങ്ങൾ. എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിച്ച ഒരാൾ അള്ളാഹുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് ദുആ ചെയ്ത അവന്റെ ദുആയ്ക്ക് ഉത്തരവുണ്ടുമ്മ. നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു 10 മക്കള് നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കള് വരൂല്ലേ മയ്യത്ത് നമസ്കരിക്കാൻ? ആ മക്കള് നിങ്ങൾക്ക് ദുആ ചെയ്യില്ലേ? അതിനേക്കാളും വലിയ പുണ്യം നിങ്ങൾക്ക് എന്താ ഉള്ളത്? അതുകൊണ്ട് പടച്ചവനെ ഞാൻ പറയുകയാണ്, മക്കളെ പഠിപ്പിക്കണേ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്നാ.